നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്, വളരെ തണുപ്പൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പീൽ ചെയ്തിട്ട് ചെറിയ പീസാക്കി എടുക്കണം. നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ്. ഇനി ഇതിൻ്റെ കൂടെ നമുക്കൊരു 6-7 ഈന്തപ്പഴം കൂടെ വേണം. ഇതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് കുറച്ച് പാലിൽ, ചെറിയ ചൂടുള്ള പാലാണ് നന്നായിരിക്കും, ഇതൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ പാലിൽ ഇത് കുതിർക്കാൻ വയ്ക്കുമ്പോൾ നമ്മുടെ ഈ ഡ്രിങ്ക് കുടിക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ ഈന്തപ്പഴം നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം നമുക്ക് ഈന്തപ്പഴം പാലിൽ കുതിർത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇതടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പാലും ആപ്പിളും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം ഈന്തപ്പഴത്തിൻ്റെ കൂടെ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി നിർബന്ധമായും ചേർത്ത് കൊടുക്കണം. അപ്പോഴേ നമ്മുടെ ഈ ഒരു ഡ്രിങ്കിന് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പം ഞാനിതാ ഇവിടെ ഈന്തപ്പഴം കുറച്ച് പാൽ മാത്രം നമ്മൾ ചേർത്തത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരിഞ്ഞ് വരുന്നുണ്ട്. അതായത് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആപ്പിൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആപ്പിളും അതുപോലെ തന്നെ ബാക്കിയുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നില്ല. ആപ്പിള് കുറച്ച് കുറച്ച് കഷ്ണങ്ങളായിട്ട് കടിക്കുന്ന നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് അടിച്ചെടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതേ ഇവിടെ നമ്മുടെ ജ്യൂസ് ഇവിടെ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടിത് അരിഞ്ഞു വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് നല്ലതുപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇടയ്ക്കെങ്കിലും ഈ ആപ്പിളിൻ്റെ കഷ്ണങ്ങളുണ്ട്. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല കിടുക്കാച്ചി നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. ഐസ് ക്യൂബ് ഇടുമ്പോഴും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് കൂടുന്നത്. ഇനി വേണ്ടാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പിന്നെ കുറച്ച് ആപ്പിൾ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.